നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിക്കാവുന്ന 8 ബെസ്റ്റ് സ്മെല്ലിംഗ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പ്ലാന്റ്സ് ആണ് റോസസ്. നന്നായി പൂക്കാനായിട്ട് റോസസ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കണം. ഒക്ടോബർ മന്താണ് റോസ് നടുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം. നല്ലൊരു സോയിൽ മിക്സ് തയ്യാറാക്കിയിട്ട് റോസ് കട്ടിങ്സ് വെച്ച് കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ റോസസ് പിടിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഡീഹൈഡ്രേഷനാണ്. റോസസിൻ്റെ ബെസ്റ്റ് ഫെർട്ടിലൈസർ കമ്പോസ്റ്റും എല്ലുപൊടിയുമാണ്. രണ്ടാമത്തെ പ്ലാന്റാണ് ജാസ്മിൻ. ജാസ്മിൻ പ്ലാന്റ് മൂഡ് ഇംപ്രൂവ് ചെയ്ത് സ്ട്രെസ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഫുഡ് ക്രാവിങ്സ് കുറയ്ക്കുന്നതിനും ജാസ്മിൻ പ്ലാന്റ് സഹായിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് ജാസ്മിൻ പ്ലാന്റ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ലവ് പ്രൊമോട്ട് ചെയ്യുന്നതിനും ജാസ്മിൻ പ്ലാന്റ് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. ഫെങ് ഷുയി പ്രകാരം പ്രോസ്പെരിറ്റി അട്രാക്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് പ്ലാന്റാണ് ജാസ്മിൻ പ്ലാന്റ്. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ആഡ് ഓൺ ആണ് ജാസ്മിൻ പ്ലാന്റ്. ഈ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ നല്ലൊരു സ്മെല്ലും നല്ല എനർജിയും കൊണ്ടുവരുന്നു. മൂന്നാമത്തെ പ്ലാന്റാണ് ഗാർഡനിയ പ്ലാന്റ്. ഗന്ധരാജൻ എന്നാണ് ഗാർഡനിയ പ്ലാന്റിൻ്റെ മലയാളം. സുഗന്ധങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗന്ധരാജൻ പ്ലാന്റ് ഇൻഡോറിലും നമുക്ക് വളർത്തിയെടുക്കാം. ടോക്സിൻസ് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഈ പ്ലാന്റ് നമ്മുടെ വീട്ടിലേക്ക് ബെസ്റ്റാണ്. നാലാമത്തെ ബെസ്റ്റ് സ്മെല്ലിംഗ് പ്ലാന്റാണ് ലാവെൻഡർ. ഫെങ് ഷുയി പ്രകാരം ലാവെൻഡർ ഗുഡ് ഫോർച്യൂൺ അട്രാക്റ്റ് ചെയ്ത് ബാഡ് എനർജിയിൽ നിന്നും സംരക്ഷണം നൽകുന്നു. നെഗറ്റീവ് എനർജിയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ലാവെൻഡർ പ്ലാന്റ് കാണാൻ വളരെ മനോഹരവും അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ളതുമാണ്. ലാവെൻഡർ പ്ലാന്റ്സിന് കാമിങ്, കൂളിംഗ് ആൻഡ് സൂത്തിങ് എനർജി ഉള്ളതായിട്ട് പറയപ്പെടുന്നു. നല്ല ഫ്രാഗ്രൻസ് ഉള്ള യൂക്കാലിപ്റ്റസ് നമ്മുടെ ഹോം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ ഓയിൽ മുറിവുണങ്ങുന്നതിനും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓയിൽ ടോക്സിക് ആയത് കാരണം ശരീരത്തിനുള്ളിൽ ചെല്ലരുത്. വാസ്തുശാസ്ത്രപ്രകാരം ഈ പ്ലാന്റ് പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ വീടൊരു ഹാപ്പി പ്ലേസ് ആക്കി മാറ്റുന്നു. ആറാമത്തെ പ്ലാന്റാണ് ലെമൺ ബാം. പുതിന ചെടിയുടെ വർഗത്തിൽപ്പെട്ട ലെമൺ ബാമിന് ധാരാളം ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി കുറച്ച് നമ്മുടെ മൈൻഡ് കാം ഡൗൺ ചെയ്യുന്നതിന് ഈ പ്ലാന്റ് സഹായിക്കുന്നു. സാലഡിലും ഫ്രൂട്ട് സലാഡിലും മറ്റുള്ള കറികളിലുമെല്ലാം നമുക്ക് ലെമൺ ബാമിൻ്റെ ലീവ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഏഴാമത്തെ പ്ലാന്റാണ് ഓർക്കിഡ് പ്ലാന്റ്സ്. വാസ്തുശാസ്ത്രപ്രകാരം ഓർക്കിഡ്സ് പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലെ എനർജി ഫ്ലോ ഇംപ്രൂവ് ചെയ്യിക്കുന്നു. മൂഡ് ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള പ്രത്യേക കഴിവും അതുപോലെ തന്നെ ഒരു ഹീലിംഗ് ഇഫക്റ്റും ഓർക്കിഡ് പ്ലാന്റ്സിനുണ്ട്. വെൽത്ത് ആൻഡ് ലോയൽറ്റിയുടെ ഒരു സിമ്പലാണ് ഓർക്കിഡ് പ്ലാന്റ്സ്. ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഓർക്കിഡ് പ്ലാന്റ് ബെഡ്റൂമിലേക്കുള്ള ഒരു പെർഫെക്റ്റ് പ്ലാന്റായിട്ട് കരുതപ്പെടുന്നു. എട്ടാമത്തെ ബെസ്റ്റ് സ്മെല്ലിംഗ് പ്ലാന്റാണ് പീസ് ലിലി. വാസ്തുശാസ്ത്രപ്രകാരം ബെഡ്റൂമാണ് പീസ് ലിലി വയ്ക്കുന്നതിനുള്ള അനുയോജ്യമായ സ്ഥലം. വീട്ടിൽ നല്ലൊരു വൈബ് ഉണ്ടാക്കുന്ന പീസ് ലിലി നെഗറ്റീവ് എനർജിയെ മാറ്റി നിർത്തുന്നു. എയർ പ്യൂരിഫയിങ് എബിലിറ്റീസ് ഉള്ള നല്ലൊരു ഹൗസ് പ്ലാന്റ് ആണ് പീസ് ലിലി. ഹ്യൂമിഡിറ്റി റെഗുലേറ്റ് ചെയ്യുന്ന പീസ് ലിലി ഒരു നാച്ചുറൽ എയർ ഫ്രഷ്നറാണ്. ലോ മെയിൻ്റനൻസ് പ്ലാന്റ്സിൽ ഉൾപ്പെടുന്ന പീസ് ലിലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു.